ചെട്ടികുളങ്ങര ഭഗവതിയുടെ ഇഷ്ടവഴിപാടായ കുത്തിയോട്ട ചടങ്ങുകൾക്ക് ശിവരാത്രി നാളായ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വൈകിട്ട് വിളക്ക് വയ്ക്കുന്നതോടുകൂടി കുത്തിയോട്ട ചുവടുകൾക്ക് തുടക്കമാകും. ആകെ 14 കുത്തിയോട്ട വഴിപാടുകളാണ് ഇത്തവണ ചെട്ടികുളങ്ങര അമ്മയ്ക്ക് വഴിപാടായി നേർന്നിട്ടുള്ളത്. അതിൽ ഭരണിക്കാവ് നടക്കുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കുത്തിയോട്ട ചടങ്ങുകളുടെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയാക്കിയാണ് ചെട്ടികുളങ്ങരയിൽ കുത്തിയോട്ടത്തിന് തുടക്കമായത്. ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് കുത്തിയോട്ടം. ശിവരാത്രി നാളിലാണ് കുത്തിയോട്ടത്തിന് തുടക്കമായത്. വഴിപാടുകാർ രാവിലെ കുഞ്ഞുങ്ങളുമായി ക്ഷേത്ര ദർശനം നടത്തി. തുടർന്ന് വഴിപാടുകാരനും കുത്തിയോട്ട ആചാര്യനും ചേർന്ന് കുതിരച്ചുവട്ടിൽ വെറ്റിലയും പുകയിലയും അടക്കയും നാണയവും ദക്ഷിണയായി സമർപ്പിക്കും. തുടർന്നാണ് കരക്കാരെ കുത്തിയോട്ടത്തിന് ക്ഷണിക്കുന്നത്. ഇത്തവണ 14 കുത്തിയോട്ടങ്ങളാണുള്ളത്. സന്ധ്യയ്ക്ക് പന്തലിൽ വിളക്കുവയ്പ് ചടങ്ങോടെയാണ് കുത്തിയോട്ട ചുവടുകൾ ആരംഭിക്കുന്നത്. ഭരണിക്കാവിലെ കുത്തിയോട്ട ചടങ്ങുകൾ ആരംഭിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ വിളക്ക് വയ്ക്കുന്ന ചടങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുത്തിയോട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകിയ ശേഷമാവും കുത്തിയോട്ട ചുവടുകൾ ആരംഭിക്കുന്നത്. അനുഷ്ഠാന വിശേഷങ്ങളോടും കർശനമായ ചിട്ടകളോടെയും നടത്തുന്ന വഴിപാടാണ് കുത്തിയോട്ടം. ഏറ്റവും ചിലവേറിയ വഴിപാടുകളിൽ ഒന്നുകൂടി ഇതാണ്. ക്ഷേത്രോൽപത്തിയോളം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന കുത്തിയോട്ട വഴിപാടിൻ്റെ തുടക്കം AD 12-ാം നൂറ്റാണ്ടോടെയാണെന്നാണ് കരുതപ്പെടുന്നത്. കലിയുഗാരംഭത്തിൽ ഭദ്രകാളി ഭക്തനായ ഒരു രാജാവ് ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയും വരം ചോദിക്കുകയും ചെയ്തു. ദേശത്തെ ഒരു സൽപുത്രനെ വിലയ്ക്ക് വാങ്ങി സ്വന്തം പുത്രനെ പോലെ വളർത്തി വേദശാസ്ത്രങ്ങൾ അഭ്യസിപ്പിച്ച് 8 വയസ്സ് തികയുമ്പോൾ കോടി വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ച് ബലി നൽകിയാൽ ഇഷ്ടവരം നൽകാമെന്ന് ദേവി അറിയിച്ചു. ദേവീഹിതം അറിഞ്ഞ രാജാവ് കുത്തിയോട്ടം ചിട്ടപ്പെടുത്തി എന്നാണ് ഐതിഹ്യമുള്ളത്. വഴിപാടുകാരൻ്റെ വസതിയിലോ അയാൾ നിശ്ചയിക്കുന്ന ഭവനത്തിലോ പന്തലിട്ട് ദേവിയെ കുടിയിരുത്തി ശിവരാത്രി നാളിൽ മുതൽ രേവതി നാൾ വരെ പ്രത്യേക അനുഷ്ഠാനങ്ങളോടുകൂടി മാത്രമേ കുത്തിയോട്ട വഴിപാടുകൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ആചാരം. കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ സന്ധ്യയ്ക്ക് ദീപാരാധനയോടെ ആരംഭിച്ച് ഭരണി ദിവസം രാവിലെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തി ഭഗവതിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ട വഴിപാട് പൂർണ്ണമാകും. രേവതി നാളിൽ കുത്തിയോട്ട യജ്ഞത്തിന് സമാപനം കുറിച്ച് നടത്തുന്ന പൊലിവും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇവിടെ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ മുൻവശം അതേ ഭംഗിയോടെ നിർമ്മിച്ചിരിക്കുന്ന മണ്ഡപമാണുള്ളത്. ഇവിടെ ദേവിയുടെ ചൈതന്യത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചാണ് കുത്തിയോട്ട ചടങ്ങുകൾ നടത്തുന്നത്. കുത്തിയോട്ടം തുടങ്ങുന്നതിന് മുമ്പ് വഴിപാട് കുഞ്ഞുങ്ങൾ കുത്തിയോട്ട വഴിപാടുകൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം നൽകിയ ശേഷമാകും കുത്തിയോട്ട ചുവടുകൾ ആരംഭിക്കുക. ആദ്യ ദിനം തന്നെ കുത്തിയോട്ടം കാണാൻ എത്തിയിരിക്കുന്നത് ആയിരങ്ങളാണ്. നിറഞ്ഞ മനസ്സോടെ ഭക്തിയോടെയാണ് ഇത് നിങ്ങൾക്ക് മുന്നിലായി സമർപ്പിക്കുന്നത്. ഓണാട്ടുകരയുടെ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി. ഇനി 7 നാളുകൾ ഓണാട്ടുകരയുടെ ഓരോ മണ്ണും മനുഷ്യനും ആഘോഷത്തിമിർപ്പിലേക്ക് കടക്കുകയാണ്. മാർച്ച് 4-ന് കുത്തിയോട്ടങ്ങളും കെട്ടുകാഴ്ചകളും അമ്മയുടെ അനുഗ്രഹത്തിനായി എത്തുന്നതുവരെ ഇവിടുത്തെ ഓരോ നാടിനും നാട്ടാർക്കും വിശ്രമമില്ല. 140 ന്യൂസിനു വേണ്ടി ആലപ്പുഴ ബ്യൂറോയിൽ നിന്നും ന്യൂസ് റിപ്പോർട്ടർ ജസീന.